ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നുണ്ടല്ലോ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ് കേട്ടോ. അതിന് ഇത്തിരി ഗോതമ്പ് പൊടിയും പിന്നെ നമ്മുടെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഉള്ളത് മാത്രം മതി കേട്ടോ. അപ്പം നമ്മളിവിടെ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. എന്നാൽ പിന്നെ അതിനെല്ലാം കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തോളാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഇത്തിരി ഏലക്ക, അത് നല്ല ഏലക്കയാണ്, അതിൻ്റെ തൊണ്ടൊന്നും പൊളിക്കാനായിട്ട് പോയിട്ടില്ല കേട്ടോ. പിന്നെ മധുരത്തിന് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കര ചേർക്കാം കേട്ടോ. പിന്നെ ഇത്തിരി ഉപ്പും കൂടി ഇട്ട് ഒരു 2 പാളയംകുടം പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. എങ്കിൽ ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ചെറുതന്നെ അരച്ചെടുക്കാം. അത് ഒരുപാട് കുറുകി പോകണ്ട, എന്നാൽ ഒരുപാട് ലൂസും ആയി പോകരുത് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം, വേണമെങ്കിൽ മതി, നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ പിന്നെ ഒരു നുള്ളി ഇട്ട് കൊടുത്തതേ ഉള്ളൂ. പിന്നെ പോയിട്ട് ഇതിനകത്തോട്ട് ഇത്തിരി തേങ്ങാക്കൊത്ത് വറുത്തിടുവോ വറുക്കാതെ ഇടുകയോ ചെയ്യാം. പിന്നെ ഇത്തിരി ജീരകം, അത് അരയ്ക്കുമ്പോൾ ഇട്ട് കൊടുത്താലും മതിയായിരുന്നു. ഞാൻ അന്നേരം ഇട്ട് കൊടുത്തില്ല, എന്തെങ്കിലും ഒരു ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എള്ളിന് പകരമായിട്ട് ഞാൻ അങ്ങ് ജീരകം ഇട്ട് കൊടുത്തതേ എള്ള് തീർന്നു പോയായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ജീരകം ഇട്ട് കൊടുത്തിട്ട് എള്ളി ഈ സമയത്ത് ഇട്ട് കൊടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട കാര്യമില്ല, അപ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ കടായി ചൂടായിരിക്കുന്നുണ്ട്, എണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് കുറച്ച് കോരിയിട്ട് കൊടുക്കാം കേട്ടോ. അത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ കോരി ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അടിയിൽ നിന്ന് അങ്ങോട്ട് കരിഞ്ഞു പിടിക്കാനായിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഒഴിച്ചു കൊടുത്ത് ഇത്തിരി നേരം കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ പൊങ്ങി, അതായത് ശരിക്കും പറഞ്ഞാൽ നെയ്യപ്പത്തിൻ്റെ ആ ഒരു രീതിയിൽ ഇങ്ങനെ പൊങ്ങി വരും. എന്നാൽ അതുപോലെയാണോ എന്ന് വെച്ചാൽ ഒത്തിരി അല്ലതാനും, ഒത്തിരി കട്ടിയൊന്നും അങ്ങനെ വരുന്നില്ല, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന അതുപോലെ തന്നെ. അപ്പോൾ 1-2 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ടും കൂടെ കൊടുത്തു നോക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഒത്തിരി സ്പേസും കൂടെ വന്ന കാരണം നമ്മുടെ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്തു. ഏതായാലും ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും, അതുകൊണ്ട്. അപ്പോൾ ഇതാ നോക്കിയേ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ പാൽബൺ എന്നൊക്കെ പറയും, പാൽബണ്ണ് പോലെയൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്തിരിയോടെയൊക്കെ മധുരം ചേർത്തായിരുന്നെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ മധുരം ഇഷ്ടമുള്ളവർക്ക്, ഞങ്ങൾ ഒത്തിരി മധുരം അങ്ങനെ കഴിക്കാറില്ലാത്തത് കൊണ്ട് ഒരുപാട് ചേർത്തില്ല. പിന്നെ എന്താ പറയുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. ചുമ്മാതെ ആണെങ്കിലും പെട്ടെന്ന് നമ്മൾ ചായ തിളപ്പിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായതുകൊണ്ട് തന്നെ സമയലാഭമുണ്ട്, എല്ലാം കൊണ്ടും ടേസ്റ്റ് ഉണ്ട്, എല്ലാം കൊണ്ടും പെട്ടെന്നൊരു സ്നാക്ക് ഒന്നുമില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് നമ്മളിരിക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ ഒത്തിരി എണ്ണയൊന്നും അങ്ങനെ കുടിക്കത്തൊന്നുമില്ല കേട്ടോ. ഞാൻ ഓർത്തു പഴമൊക്കെ ചേർത്ത് കാരണം ഒരുപാട് എണ്ണ കുടിക്കുന്നു, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മൾ ആ തിളച്ച എണ്ണയിൽ നിന്ന് എടുക്കുന്ന ആ സമയത്ത് കഴിക്കുന്നേക്കാൾ ഉപരി ഒത്തിരി ചൂടാറിയതിന് ശേഷം കഴിക്കുന്നതായിരിക്കും കേട്ടോ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. ടാറ്റാ.